ഇത് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടേക്ക് എത്തേണ്ട സാഹചര്യമുണ്ടല്ലോ. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് നേരത്തെ അശ്വിൻ പറഞ്ഞതുപോലെ ഈ തിരമാല കണക്കെ തീ പല ഭാഗങ്ങളിൽ നിന്നായി അവിടേക്ക് ഇങ്ങനെ ആളി കത്തുകയാണ്. ഒന്ന് പുല്ല് ഇങ്ങനെ കരിഞ്ഞു നിൽക്കുകയാണ്, ചെറിയ കാറ്റുണ്ട്, അപ്പോൾ തീ വ്യാപിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ അപകടം ഒഴിവാക്കാൻ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകളൊക്കെ എത്തേണ്ടതുണ്ടല്ലോ, അതവിടെ എത്തിയിട്ടുണ്ടോ ഇപ്പോൾ? നിലവിൽ 3 ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അത് നമ്മൾ ഈ നിൽക്കുന്നതിനപ്പുറത്തെ വശത്ത് ഒരു റോഡുണ്ട്. ആ റോഡ് വഴിയാണ് ഈ ഭാഗത്തേക്കുള്ള തീ ഒരു പരിധിവരെ നിയന്ത്രിക്കാനായിട്ടുണ്ട്. പക്ഷേ ഈ പുക, അതികഠിനമായ പുക ഉയരുന്നുണ്ട്. ഒപ്പം അടിയിൽ നിന്ന് വീണ്ടും ഈ തീ കത്തി മുകളിലേക്ക് കയറുന്നത് നമുക്ക് നേരിട്ട് കാണാനാവുന്നുണ്ട്. വിജയകുമാർ, അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മാലിന്യങ്ങളാണ്. ഈ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നത് പോലെ അതിന് സമാനമായ രീതിയിൽ ഒരു ഏകദേശം ഒരു 5-6 അടിയോളം കനത്തിൽ താഴേക്ക് മാലിന്യങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. അതിലേക്കാണ് ഈ തീ പടർന്നിരിക്കുന്നത്. അതാണ് നിലവിലത്തെ സാഹചര്യം ഗുരുതരമാക്കുന്നത്. ഈ പ്ലാസ്റ്റിക് കത്തി അതിൽ നിന്നുള്ള തീ താഴേക്ക് വീണ അടിയിൽ കിടക്കുന്ന പ്ലാസ്റ്റിക് വീണ്ടും കത്തുകയാണ്. അങ്ങനെയാണ് ഈ ഒരു ഗ്യാസ് ഗോഡൌണിന് ചുറ്റിലും തീ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ ഉണ്ടായിരിക്കുന്നത്. ഒരു വശത്ത് തീ അണയ്ക്കുമ്പോൾ മറുവശത്ത് നിന്ന് അതിവേഗത്തിൽ ഈ തീ ഇങ്ങനെ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് പറയുന്നതിൽ അല്പം ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഗ്യാസ് ഗോഡൌണിന് തൊട്ടടുത്തേക്ക് എത്തി എന്ന് വേണം പറയാൻ. അത്രത്തോളം ഭയാനകമായൊരു സാഹചര്യം നിലവിലുണ്ട്. ഫയർഫോഴ്സിന്റെ വാഹനങ്ങൾ ഇവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാനാകും. ഈ ദൃശ്യങ്ങൾ വളരെ ഭയപ്പെടുത്തുന്നതാണ് വിജയകുമാർ. അത്രത്തോളം ഉയരത്തിലാണ് ഈ തീ ആളിക്കത്തുന്നത്. അതിങ്ങനെ ഇവിടെ വലിയ ശബ്ദവുമുണ്ട്. അവിടെ എന്തൊക്കെയോ പൊട്ടിത്തെറിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്രത്തോളം ഭയാനകമായ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ണിലൂടെയും ക്യാമറയിലൂടെയും ഒക്കെ ഈ ക്യാമറയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു സാധാരണ തീപിടുത്തമായി നമുക്ക് കാണാനുമാവില്ല. അത് ഇവിടേക്ക് പടർന്ന് ഇവിടേക്ക് എത്തിയാൽ, അത് ഈ ഒരു ഗ്യാസ് ഗോഡൌണിന് സമീപത്തേക്ക് എത്തിയാൽ എന്ത് ചെയ്യുമെന്നുള്ള വലിയൊരു ആശങ്ക നിലനിൽക്കുകയാണ്. പോലീസും ഫയർഫോഴ്സും എല്ലാം കൂടുതലായി ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇനി ഈ അടിയന്തരമായി തന്നെ ഈ ഗോഡൌണിലേക്കുള്ള വഴിയുടെ അവിടേക്ക് തീ പടരുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി ചെയ്യേണ്ടത്. അതിന് വേണ്ട നടപടികൾ അടിയന്തരമായി തന്നെ ഒരുപക്ഷെ ഫയർഫോഴ്സ് എത്തിയേക്കാം. 3 യൂണിറ്റ് ഫയർഫോഴ്സിനെ കൊണ്ട് ഇത് നിയന്ത്രിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല എന്ന് തോന്നുന്നു. കാരണം തുറന്ന സ്ഥലമാണ്, എല്ലാ ഭാഗത്തു നിന്നും ഈ തീ അവിടേക്ക് ആളി പടരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകളൊക്കെ അവിടേക്ക് വരേണ്ടതല്ലേ അശ്വിൻ? അതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ടാകുമല്ലോ ഉറപ്പായും. കാരണം ഈ ദൃശ്യങ്ങളിൽ കാണാം, ആ LPG ഗോഡൌൺ തൊട്ടടുത്താണ്, അതിന് സമീപത്തേക്ക് തീ എത്തിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. അപ്പോൾ അടിയന്തരമായി വളരെ വേഗത്തിൽ തന്നെയുള്ള ഇടപെടൽ ആ മേഖലയിൽ ആവശ്യമുണ്ട്. ഗോഡൌൺ സേഫ് ആവാണ്. വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ വെള്ളം അടിക്കുകയാണ്. തീ പെട്ടെന്നാണ്? ഇല്ല, കാറ്റ് അനുകൂലം അല്ല, പ്രതികൂലം തന്നെ. വിജയകുമാർ, കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി. ഇപ്പോഴാണ് ഈ ഗ്യാസ് ഗോഡൌണിന് സമീപത്തേക്ക് ഫയർഫോഴ്സ് എത്തിയത്. അത് ഈ ഇവിടേക്ക് തീ വളരെ വേഗത്തിൽ ആളിപ്പടരുന്നത് ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യമാണ് പ്രാഥമികമായി ഇവർക്കുള്ളത്. അത്രയും വേഗം ആ തീ അണയ്ക്കുക, അതായത് ഇവിടേക്കുള്ള അതിന്റെ കത്തി വരുന്നത് ഒഴിവാക്കുക എന്നുള്ളത് അല്പം ശ്രമകരമായ ജോലി കൂടിയാണ്. കാരണം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നൊരു പ്രതലമായി കിടക്കുന്ന പരന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒപ്പം ഈ ഉച്ച സമയമാണ്, വലിയ കാറ്റുണ്ട്, ശക്തമായ വെയിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാറ്റിൽ അതിവേഗമാണ് ഈ തീ ഇങ്ങനെ ആളിപ്പടരുന്നത്. നമുക്ക് കാണാം, അവിടെ ഈ തീ ക്യാമറയിൽ ഇപ്പോൾ കാണാം. അവിടെ നിന്ന് ഏകദേശം ഒരു 80 അല്ലെങ്കിൽ കൂടി വന്നാൽ ഒരു 100 മീറ്റർ മാത്രമാണ് ഈ ഗ്യാസ് ഗോഡൌണിലേക്ക് എത്താനുള്ളത്. അത് അടച്ചിട്ടിരിക്കുകയാണ്. ഒപ്പം ഈ വഴിയരികൾ, കണ്ടെയ്നർ റോഡ് ഏകദേശം ഈ തീ പടർന്ന് പിടിച്ചിരിക്കുന്നിടത്തു നിന്ന് ഏകദേശം 50 മീറ്റർ മാത്രമാണ് ഈ പ്രധാന പാതയിലേക്കുള്ളത്. ആ റോഡിന് അപ്പുറത്തെ വശത്ത് ഫാക്ടറി അടക്കമുള്ള വ്യാവസായിക കേന്ദ്രങ്ങളുണ്ട്. ഇടയാർ വ്യവസായ മേഖലയുടെ ഭാഗമായ നിരവധി ഫാക്ടറികളുണ്ട്. അതൊക്കെ വലിയ ഗുരുതരമായ സാഹചര്യം തന്നെയാണ് നിലവിൽ ഉയർത്തിയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ ഗ്യാസ് ഗോഡൌണിന്റെ ഭാഗത്തേക്ക് ഒരു ഫയർഫോഴ്സ് യൂണിറ്റാണ് എത്തിയിരിക്കുന്നത്. മറ്റ് 2 യൂണിറ്റുകൾ നമ്മൾ ആദ്യം കണ്ട ഭാഗത്ത്, അതായത് ഈ തീ പടർന്നു പിടിച്ച തീയുടെ ഉത്ഭവ കേന്ദ്രം എന്ന് പറയുന്ന ആ പ്രദേശത്താണ് കൂടുതൽ 2 ഫയർഫോഴ്സ് യൂണിറ്റുകൾ. എന്തായാലും ഇപ്പോൾ ഉള്ള വിവരം അനുസരിച്ച് LPG ഗോഡൌൺ സുരക്ഷിതമാക്കാനുള്ള നടപടിയിലേക്ക് ഉദ്യോഗസ്ഥർ പോയിട്ടുണ്ട്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടെ എത്തുന്നുണ്ട്. വേഗത്തിൽ തീ നിയന്ത്രണ വിധേയമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്.